ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫണ്ടാണല്ലേ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഈ ഫണ്ട് രൂപം കൊണ്ടിട്ടുള്ളത്, അതായത് വന്നിട്ടുള്ളത് 1995 ജനുവരിയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 30 വർഷമായി ഈ ഫണ്ട് വന്നിട്ട്. ഇത് തന്നിട്ടുള്ള റിട്ടേൺ എത്രയാണെന്ന് അറിയാമോ? ഓൾമോസ്റ്റ് 19% അതിൻ്റെ മുകളിലൊക്കെയാണ്. അതായത് 1995 ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 200 ഇരട്ടിയായതിന്. 200 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 2000%, 2000%. ഞാൻ HDFC AMCയുടെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പകുതി മുക്കാലായപ്പോഴാണ് കയറിയത്. അപ്പോൾ അവർ പല ഫണ്ടുകളെക്കുറിച്ചും പറയുന്നുണ്ട്, അവരുടെ തന്നെ ഫണ്ടുകൾ. അപ്പോൾ ഈ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ സമയത്താണ് ഞാൻ കയറിയത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ HDFC AMCയിൽ നമ്മുടെ ലൈസൻസ് നമ്പറൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലിങ്ക് വന്നായിരുന്നു. എന്തായാലും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്ത്. അവർ മറ്റ് ഫണ്ടുകളെക്കുറിച്ചും പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ ഫണ്ടിൻ്റെ കാര്യം മാത്രമേ കേട്ടുള്ളൂ, ലേറ്റായിട്ട് കയറിയതുകൊണ്ട്. എന്തായാലും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 30 വർഷം കൊണ്ട് 200 ഇരട്ടിയൊക്കെ, അതും നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഫണ്ടല്ലേ. ഈ ഫണ്ടിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 30 വർഷം മുമ്പൊന്നുമല്ല, ഈ കുറച്ച് നാൾ മുമ്പാണ്. കാരണം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. എന്തായാലും സ്റ്റോക്ക് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട് നമുക്ക് മൾട്ടി ഭാഗം റിട്ടേൺ തരും. അപ്പോൾ അന്നത്തെ കാലത്ത് 10,000 രൂപയുടെ ഒരു SIP ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇപ്പോൾ 22 കോടിയുടെ അപ്രോക്സിമേറ്റ്ലി ആണ് പറയുന്നത്, 21.92 കോടി, അത് എക്സാക്ട്ലി. എളുപ്പത്തിന് നമുക്ക് 22 കോടി എന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ 22 കോടിയുടെ വെൽത്ത് ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 30 വർഷത്തേക്ക് ഈ ഫണ്ട് തന്നിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 19% എന്ന് നമുക്കിവിടെ കാണാം. ആ വെബിനാറിൽ HDFCയുടെ സ്റ്റാഫാണോ അതിൻ്റെ ഫണ്ട് മാനേജറാണോ എന്ന് അറിയില്ല, അദ്ദേഹം ഒരു PDF ഒക്കെ വെച്ചാണ് പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ആ PDF നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ChatGPTനോട് ചോദിച്ചിട്ട് ChatGPTന്ന് എടുത്ത ഡേറ്റയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞ ഡേറ്റ ഇതും ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഫയർ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ChatGPT ഉണ്ടല്ലോ. 19% 30 വർഷത്തെ ആനുവൽ റിട്ടേൺ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടെ ചോദിച്ചു. ഇപ്പോഴത്തെ NAV ചോദിക്കണം, അത് ഞാൻ മറന്നുപോയി. അത് നമുക്ക് ചോദിച്ചിട്ട് വരാം. ഇപ്പോഴത്തെ NAV എത്രയാണെന്നറിയാമോ? 2062. അതായത് 200 ഇരട്ടിയാണ്. ഞാനിവിടെ ഒരു ഗ്രാഫ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രാഫിന് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, എന്നാലും കാര്യം മനസ്സിലാവും. HDFC AMCക്കാരുടെ കയ്യിൽ നല്ല ക്ലാരിറ്റിയുള്ള ഗ്രാഫാണ്. എന്നാലും നമുക്ക് മനസ്സിലാവും ഇത് 10 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, 10, പിന്നീട് 20ആയി, 40, 80, 160, 320, 640, 1281. അതായത് ഇവർ ഈ കാണിക്കുന്നത് NAV ഡബിൾ ആകുന്ന ആ ഒരു കാലയളവാണ് ഇവർ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാം, ആവറേജ് 4 വർഷം കൊണ്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV ഡബിൾ ആകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്നത്. അങ്ങനെ പോയി ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 2062 രൂപയാണ്. അപ്പോൾ 10 രൂപയിൽ നിന്ന് 2000 രൂപ വരുമ്പോൾ തന്നെ അത് 200 ഇരട്ടിയായി അല്ലേ. ശതമാനക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് 2000%. അപ്പോൾ ഞാൻ ഗ്രാഫ് തരാൻ പറഞ്ഞപ്പം ഇതാണ് തന്നത്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ കൂടി തന്നിട്ടുണ്ട്, അത് നോക്കാം. ഇഫ് യു ഇൻവെസ്റ്റഡ് 1 lakh അറ്റ് ഇൻസെപ്ഷൻ, അതായത് ജനുവരി 1, 1995 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.99 crore ആണ്. നമുക്ക് 2 കോടിയായിട്ട് കൂട്ടാം. അപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ അത് 2 കോടിയായി. CAGR എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 18.9, അപ്രോക്സിമേറ്റ്ലി 19%. പക്ഷേ NAV വെച്ച് നോക്കുമ്പോൾ 10 രൂപ എന്നുള്ളത് 2000-ന് മുകളിൽ പോയതുകൊണ്ട് അത് 200 ഇരട്ടിയാണ്. ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ നമുക്ക് നോക്കാം. ആസ് കമ്പാരിസൺ, ഇഫ് യു ഇൻവെസ്റ്റഡ് ഇൻ ദ ബെഞ്ച് മാർക്ക് Nifty 500. ഓക്കെ, ഇതിൻ്റെ ബെഞ്ച് മാർക്ക് Nifty 500 ആണ് കേട്ടോ, Nifty 50 അല്ല. അപ്പോൾ Nifty 500ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 12.6% CAGR. അതുപോലെ ഈ ഒരു ഗ്രാഫിൽ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. 4 വർഷം കൂടുമ്പോൾ എമൗണ്ട് ഡബിൾ ആകുന്നുണ്ടല്ലേ. 10 രൂപ 20 രൂപയായി. അത് ആവറേജ് ആണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും എക്സാക്റ്റ് 4 വർഷം കൂടുമ്പോഴല്ല ഡബിൾ ആകുന്നത്. എന്നാൽ ഡബിളായ കാലാവധി വെച്ച് നോക്കുമ്പോൾ ആവറേജ് ഡബിൾ ആകുന്ന പീരീഡ് എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 10 രൂപയുടെ ഡബിളാണ് 20 രൂപ, അതിൻ്റെ ഡബിൾ 40 രൂപ, അതിൻ്റെ ഡബിൾ 80 രൂപ. കോമ്പൗണ്ടിങ്ങിൻ്റെ ആ എഫക്റ്റ് കണ്ടില്ലേ. ഈ ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്തയാൾ നമുക്കൊന്ന് വലുതാക്കാം. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തയാൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ അദ്ദേഹത്തിന് 16 ഇരട്ടി റിട്ടേൺ ഉണ്ടാവും. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തയാൾ 20 NAVയിൽ ഇൻവെസ്റ്റ് ചെയ്തയാൾ സെയിം ഈ ഒരു 160 NAVയിൽ എത്തുമ്പോൾ അദ്ദേഹം എത്ര ഇരട്ടിയിലായിരിക്കും നിൽക്കുക? 20 × 8 160 അല്ലേ. അപ്പോൾ 8 ഇരട്ടിയിലായിരിക്കും നിൽക്കുക. കണ്ടോ, ഇവിടെ ചെറിയൊരു കാലാവധിയുടെ വ്യത്യാസമാണ്. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തയാളും
ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തയാളും തമ്മിൽ ഏതാണ്ട് ഡബിളിൻ്റെ കുറവ് ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ 40-ൽ ഇൻവെസ്റ്റ് ചെയ്തയാൾ ഇവിടെ എത്തുമ്പോൾ നിൽക്കുക നന്നാൽ 16, 4 ഇരട്ടി മുകളിലാണ്. അതേസമയം ഈ 10-ൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾ വിഡ്രോ ചെയ്യുന്നില്ല, അത് അദ്ദേഹം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് 16 ഇരട്ടിയുണ്ട്. അപ്പോൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തെത്തുമ്പോൾ അത് 16 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. പിന്നെ അത് അതിൻ്റെ ഡബിൾ ഇവിടെ ആവുന്നു. അപ്പോൾ ഏതാണ്ട് 32 ഇരട്ടിയായി. കണ്ടില്ലേ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നാൽ മതി, കൂളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ മുന്നോട്ട് പോകുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ വെൽത്ത് 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്നുണ്ടാവും. നമ്മുടെ SIPനെയോ അല്ലെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിനെയോ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവങ്ങൾ വന്നു. മാർക്കറ്റിൽ ഈ ക്രാഷ് എന്ന് പറയുന്നത് ഇപ്പം വന്ന ഒരു സംഭവമല്ല, പണ്ട് മുതലേ മാർക്കറ്റിൽ ക്രാഷുണ്ട്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റയും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ 10 രൂപ 20 രൂപയായത് 4.9 വർഷം കൊണ്ടാണ്, അതായത് 5 വർഷം കൊണ്ടാണ്. എന്നാൽ 20 രൂപ 40 രൂപയായത് 3.9 വർഷം, അതായത് 4 വർഷം കൊണ്ടാണ്. ഈ 40 രൂപ 80 രൂപയായത് 2 വർഷത്തിനുള്ളിലാണ്, 1.8 ഇവിടെ കാണാൻ പറ്റും. ഈ 80 രൂപ 160 ആയത് വീണ്ടും 2 വർഷത്തിനുള്ളിലാണ്, 1.8 നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാസീവ് വളർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ. 2 വർഷം കൊണ്ടൊക്കെ ഡബിളായി. ഈ 4 വർഷം കൊണ്ടൊക്കെ അത് ഭീകരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 4 ഇരട്ടിയൊക്കെ മാറിയിട്ടുണ്ട്. 40, 160 കണ്ടോ. ഇനിയിപ്പോൾ ഈ 160 രൂപ 320 ആയത്, ഡബിളായത് 6.8 വർഷം കൊണ്ടാണ്, അതായത് കുറച്ച് കൂടുതൽ കാലാവധി പിടിച്ചു, ഏതാണ്ട് 7 വർഷം കൂട്ടിക്കും. ഈ 320 രൂപ 640 ആയത് അത് അധികം നാളൊന്നും പിടിച്ചില്ല, 3.6 വർഷം കൊണ്ടാണ്. അപ്പോൾ ചില സമയങ്ങളിൽ മാർക്കറ്റ് നമുക്ക് ഭീകരമായിട്ടുള്ള റിട്ടേൺ തരും, ചില സമയങ്ങളിൽ മാർക്കറ്റ് ലാഗായിരിക്കും. പക്ഷേ നമുക്ക് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇതെല്ലാം കണ്ടും സഹിച്ചും SIP ആണെങ്കിലും ലംസം ആണെങ്കിലും അതിനൊന്നും ഒരു ഡിസ്റ്റർബൻസും വരുത്താതെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് നല്ല റിട്ടേൺ കിട്ടും. അതായത് ഇപ്പോഴും ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റ് തന്നെയാണ്. ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ റിട്ടേൺ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, SIPക്കാർക്ക് റിട്ടേൺ ഉണ്ട് കേട്ടോ. മാർക്കറ്റിൻ്റെ പീക്കിൽ, അതായത് കഴിഞ്ഞ കൊല്ലം മാർക്കറ്റിൻ്റെ പീക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത SIP ചെയ്ത ആളുകൾക്ക് അവരിപ്പോഴും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് എങ്ങോട്ടും പോയിട്ടില്ല, മാർക്കറ്റ് അതിന് താഴെയാണ് നിൽക്കുന്നത്. അതായത് ലംസം ചെയ്ത ആൾക്ക് പ്രോഫിറ്റ് ഇല്ല, അവർ ചിലപ്പോൾ ലോസിലായിരിക്കും, ചിലപ്പോൾ ചെറിയ ലാഭം ഉണ്ടാവും. SIP ചെയ്തവർക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ട്. എന്നാൽ മാർക്കറ്റ് എവിടെയും പോയിട്ടുമില്ല, മാർക്കറ്റ് നമുക്ക് വലിയ റിട്ടേൺ തന്നിട്ടുമില്ല. ഒരു വർഷത്തെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് വരുന്ന മാസീവ് റിട്ടേൺ വരുന്നത്. ഇത് വെറും ഒരു വർഷത്തെ ഒരു സംഭവമാണ്. പിന്നെ എന്തുകൊണ്ടാണ് മാർക്കറ്റ് പറക്കാത്തതെന്ന് ചോദിച്ചാൽ അധികമൊന്നുമില്ല, ചെറിയ 2 കാരണങ്ങളാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറുതല്ല. ഒന്നാമത്തെ തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും ഭയങ്കര വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. മറ്റുള്ള എമർജിങ് മാർക്കറ്റുകളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഇപ്പോഴും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ FIs ഒക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പൈസ എടുത്തിട്ട് ആ വാല്യുവേഷൻ കുറഞ്ഞ മാർക്കറ്റിലിടും. പിന്നെ റിസൾട്ട് വന്നല്ലോ, നമ്മുടെ കമ്പനികളുടെ റിസൾട്ടിനെ കഴിഞ്ഞ് ബെറ്റർ റിസൾട്ടാണ് മറ്റ് രാജ്യങ്ങളിൽ വന്നിരിക്കുന്നത്. വാല്യുവേഷൻ കുറവാണ്, റിസൾട്ട് ബെറ്ററാണ് നമ്മളെ കഴിഞ്ഞ്. സോ ഫണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളത് അത് ടെമ്പററിയാണ്. ഇതൊക്കെ സംഭവിക്കും. ഒരു രാജ്യമാകുമ്പോഴോ എക്കണോമി ആകുമ്പോഴോ ഒക്കെ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കും. നമ്മുടെ വാല്യുവേഷൻ കൂടിയ വിലയ്ക്ക് FIs ഇവിടെ കൊണ്ടുപോയി പൈസ ഇട്ടുകൊണ്ടാണ്. ഇപ്പോൾ അപ്പുറത്ത് കുറച്ചും കൂടെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവരങ്ങോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കും ഓപ്പർച്യൂണിറ്റീസ് വരും, ഒരു സംശയവുമില്ല. ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് പറക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ChatGPT നമുക്ക് തരുന്ന കുറച്ച് ഉപദേശങ്ങൾ നോക്കാം. ഗ്രോത്ത് ഈസ് കോമ്പൗണ്ടഡ് ഓവർ ദ ലോങ് ടൈം. ഇയർലി ഇയേഴ്സ് ബിൽഡ് ദ ബേസ്, ലേറ്റർ ഇയേഴ്സ് ആക്സിലറേറ്റ്. നല്ല രസമല്ലേ. അതായത് ആദ്യ വർഷങ്ങളിൽ ബേസ് ബിൽഡ് ചെയ്യുന്നു, ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അന്ന് 10 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ പിൻവലിക്കരുത്, അതാണ് ബേസ്. പിന്നീട് അത് ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫണ്ട് ഒരുപാട് മൾട്ടിപ്പിൾ മാർക്കറ്റ് സൈക്കിളുകൾ കണ്ട ഫണ്ടാണ്. .com ബബിൾ, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, കോവിഡ്, അങ്ങനെ ഒരുപാട്. ഇതൊന്നുമല്ല, ഇനിയുണ്ട്, നമ്മൾ പിന്നെ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്ന, ഇപ്പോൾ കോവിഡിൻ്റെ അറിയത്തില്ലേ, ഏതാണ്ട് 40-45% മാർക്കറ്റ് വീണു. 2008 ക്രൈസിസ് അതുമല്ല 70% കണ്ട് വീണെന്നാണ് തോന്നുന്നത്. ഞാൻ പണ്ട് വായിച്ച ഓർമ്മയാണ്. ആ സമയത്ത് ഈ ഫണ്ടുണ്ട്. മാർക്കറ്റ് വീഴുമ്പോൾ മാർക്കറ്റിന് ഒരു കുഴപ്പമുണ്ട്, ഈ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി റബ്ബർ പന്ത് പോലെയാണ്. താഴേക്ക് വീഴും, വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകും. അത് നോക്കിയാൽ അറിയാം. അതായത് മുകളിലേക്ക് പോകുന്ന സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും, തിരിച്ച് ബൗൺസ് ചെയ്യുന്നു എന്നർത്ഥം. മാർക്കറ്റ് ഇപ്പോൾ വീണിട്ട് അങ്ങനെ അവിടെ കിടക്കുമല്ല, അവിടെ കിടന്ന് ഇറങ്ങുമല്ല, ഉള്ളിൽ തിരിച്ച് കയറും, സ്പീഡായിട്ട് തിരിച്ച് കയറും. എന്തായാലും സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഞാനിവിടെ കൂട്ടി നോക്കുമായിരുന്നു. 1,00,000 × 200 2 കോടി. അപ്പോൾ അത് കൺഫേമായി 200 ഇരട്ടി 2000% വളർച്ച വന്നിട്ടുള്ള
നമ്മുടെ അഭിമാനമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് HDFC ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്. 30 വർഷത്തെ പീരീഡിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മൾട്ടി ബാഗർ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. അത് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി നിങ്ങളെ പരിചയപ്പെടുത്തി. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.